പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. വേഗം വരുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. Yes, warnings are for our goodness. യേശുക്രിസ്തു വേഗം വരുന്നു. വരവിന്റെ ലോകലക്ഷണങ്ങൾ വളരെ കാണുന്നു. വേഗം വരുന്ന ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കും ഇടയായെങ്കിൽ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. സാറേ, ഒരു സംശയം എൻ്റെ ഹൃദയത്തിലുള്ളത്, 12-ാം അധ്യായത്തിൻ്റെ ആ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ സ്ത്രീയെക്കുറിച്ച് അത് യഹൂദ രാഷ്ട്രമായിരുന്നുവെന്നും സ്ത്രീ പ്രസവിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നും തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു. അവർക്ക് മഹാസർപ്പത്തെക്കുറിച്ച് നമ്മളവിടെ തീനിറമുള്ള മഹാസർപ്പം, അത് സാത്താനാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ സാറ് അന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ 1260 ദിവസം അവരെ പോറ്റേണ്ടതിന് അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട് എന്നവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദൈവം ഒരുക്കിയ സ്ഥലം ഏതാണ്, എവിടെയാണ്, അതിനെക്കുറിച്ച് എന്താണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, വളരെ വ്യക്തമായിട്ട് ആ ഭാഗം തിരുവെഴുത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ഓർക്കണം, സ്ത്രീ എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചാണ്. നമ്മളത് പഠിച്ചു. അപ്പോൾ അവളെ 3.5 വർഷം, 1260 ദിവസം, അതെ, അത് 3.5 വർഷം. 2-ാം ഭാഗം, അതായത് പീഡനകാലത്തിന്റെ 2-ാം ഭാഗം, സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ ട്രിബുലേഷന്റെ സെക്കൻഡ് ഹാഫിൽ അതിന് പറയുന്ന പേരാ ഗ്രേറ്റ് ട്രിബുലേഷൻ. അവിടെ യഹൂദന്മാരെ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണ്? നമ്മൾ വീണ്ടും നമുക്ക് 13 തൊട്ടുള്ള വാക്യം നോക്കാം. 13 തൊട്ട് നമുക്ക് അവസാനം വരെ ഒന്ന് വായിക്കാം. വെളിപ്പാട് 12:13 മുതൽ, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒടുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോടും യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടപ്പുറത്തെ മണലിന്മേൽ നിന്നു. എത്ര മനോഹരമായ ഒരു ഭാഗമാണെന്നറിയാം. പക്ഷെ ഇത് വായിച്ചിട്ട് വലിയ മനസ്സിലാകുന്നില്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകാം. തന്നെ മരുഭൂമിയിലേക്ക് തെള്ളിക്കളഞ്ഞത് മഹാസർപ്പം കണ്ടു. നമ്മൾ കണ്ടു പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ വെച്ച് സ്വർഗത്തിൽ യുദ്ധം. ആ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും തെള്ളി താഴെ കളഞ്ഞു, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പോൾ അവന് 12-ാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കി, അവന് മനസ്സിലായി ഇനി അല്പകാലം കൂടെ ഉണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തു അവനെ ബന്ധിച്ച് അവനെ അഗാധകൂപത്തിൽ പൂട്ടുവന്നവൻ അറിയാം, തടവറയിലിടാൻ പോവുക. 2000 വർഷം മുമ്പ് ഭൂതഗ്രസ്തനായ ലഗിയോനെ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ചോദിച്ചു, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നു. അപ്പോൾ അവരെ ദണ്ഡിപ്പിക്കുന്ന ഒരു സമയമുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവന് മനസ്സിലായി ഇനി അല്പസമയമുള്ളൂ. ഇവൻ ഈ ക്രോധത്തോട് വന്നു. ഇവനെ പിടിച്ച് പൂട്ടാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി അവതരിക്കാൻ ഒരുക്കപ്പെട്ട രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ രാഷ്ട്രം. അപ്പോൾ ഈ സാത്താൻ എന്തോ ചെയ്യും? കർത്താവിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് എന്തോ ചെയ്തു? ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഓ, അത് വളരെ ക്ലിയറാ, അർത്ഥം മനസ്സിലായല്ലോ.
കർത്താവിനെ ഉപദ്രവിക്കാൻ സാധിക്കില്ല, പക്ഷേ കർത്താവിന് ജന്മം കൊടുത്ത രാഷ്ട്രമായി ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ പരമാവധി ഉപദ്രവിക്കുക. ആ പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ യഹൂദിന് പ്രത്യേക ഉപദ്രവമുണ്ട്. അത് ശരി. ഇതാണ് കർത്താവ് മത്തായി 24:15 ചൂണ്ടിക്കാണിച്ചത്. ശൂന്യമാക്കി നമ്മൾ അയച്ചത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ അത് പീഡനകാലത്തിന്റെ മധ്യഭാഗമാണ്. നിങ്ങളെ ഓടിക്കോളാൻ പറഞ്ഞു ഈ വർഷം. കർത്താവ് അവിടെ പറഞ്ഞു യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിക്കോണം. ശരി. അപ്പോൾ മലകളിലേക്ക് പോകാനാണ് ശ്രദ്ധിക്കണം. മലകളിലേക്ക് പോകാൻ പറഞ്ഞു. ഇവിടെ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നു. അതെ, ഇവിടെ ഒരു കർത്താവ് മത്തായി 24 ആ മലകൾ എന്ന് പറയുന്നത് ഈ സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഇസ്രായേൽ ഏതെങ്കിലും ഒരു മല കയറി ഇരിക്കുന്ന കാര്യമല്ല. ഇവിടെ ദൈവം ഒരുക്കിയ ഒരു സ്ഥലമുണ്ടെന്ന് പറയും. ഈ സ്ഥലം ഏതാണെന്നൊരു സംശയം പലരുടെയും മധ്യത്തിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങ് പറയാം. ഞാൻ തിരുവചനത്തെ ആസ്പദമാക്കി പഠിച്ചപ്പോൾ ഞാൻ ഫുൾ കൺവിൻസ്ഡ് ആണ് ഇത് പെട്ര എന്ന് പറയുന്ന സ്ഥലം. പെട്ര എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിലുള്ള സ്ഥലമാണ്. ഇസ്രായേലിൽ ഇരിക്കുന്ന സ്ഥലത്തല്ല. ഇസ്രായേലിന്റെ തൊട്ട് കിടക്കുന്ന രാജ്യം ജോർഡാൻ. ജോർഡാന്റെ തെക്ക് ഭാഗം, വടക്കല്ല തെക്ക്, ജോർഡാന്റെ തെക്ക് ഭാഗം ഏദോമ്യർ പാർത്ത സ്ഥലമാണ്. ഏദോമ്യർ പാർത്ത സ്ഥലമാണ്. അവിടെ പാറകളുടെ വലിയ കൂട്ടമാണ്. അവിടെ പെട്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. മധ്യപൂർവ്വ ദേശത്തിൽ അങ്ങനെ ലോകത്തിലെ വണ്ടേഴ്സിൽ ഒരെണ്ണമാണ് ഈ പെട്ര. ലോകത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ന് അവിടെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അനേക പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. 32 വർഷം മുമ്പ് അവിടെ പോയിട്ടുണ്ട്. ഇന്ന് അനേക പ്രാവശ്യം ഞാൻ അവിടെ പോയ ആ സ്ഥലം വേദവസ്തുപരമായ പ്രാധാന്യത ഉള്ളതുകൊണ്ട് അവിടെ പോയി കണ്ടു. ഇസ്രായേൽ ടൂറിന് പോകുന്നവരോട് ഞാൻ സജസ്റ്റ് ചെയ്യും അത് പോയി കാണണം. കാരണം ബൈബിളിന്റെ പ്രാധാന്യതയാണ്. അവിടുത്തെ ഭൂപ്രകൃതി നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പെട്ര എന്ന് പറയുന്ന സ്ഥലം നെബാറ്റ്യൻസ് എന്ന് പറയുന്നവര് ഈ ഏശാമിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. അവര് കൊത്തിയെടുത്ത പാറയിൽ കൊത്തിയെടുത്ത ഒരു പട്ടണമാണ് ഈ പെട്രയ്ക്കകത്ത്. ഇത് അത്ഭുതമെന്ന് പറയാൻ കാരണം ഒരു നാച്ചുറൽ ഇങ്ങനെ പാറ കീറി ഒരു വഴി ഉണ്ടായിരിക്കുക. പാറ കീറി ഈ കീറൽ ഏതാണ്ട് പാറയുടെ ഇടയിൽ കൂടെ നമ്മൾ ഏതാണ്ട് 1-1.5 കിലോമീറ്റർ നടക്കണം. അത്രയും ദൂരമുണ്ട്. ഈ പാറ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളരമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ 100-ലധികം ഏക്കർ സ്ഥലം ഇങ്ങനെ മുറികളും ഗുഹകളുമായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുക. അവിടെ കയറി ചെല്ലാനുള്ള വഴി ഇതാ. ഇത് എങ്ങനെയും അടഞ്ഞു പോയാൽ ഇതിനകത്തോട്ട് പ്രവേശിക്കാനുള്ളത്. മാത്രമല്ല ഈ 100-100 ചില്ലുവാനം ഏക്കർ നമുക്ക് പോയി കാണാൻ ഒരറ്റത്തൊക്കെ പോയി കാണാനേ ഉള്ളൂ. ഇവിടെ പോയി പാർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ ബെഡുവിയൻസ് ഉണ്ട്. ഞാനൊക്കെ ഗുഹയ്ക്കാതെ ചിലതിനകത്തൊക്കെ പോയി കയറിയിട്ടുണ്ട്. ഈ സ്ഥലമാണ് എന്ന് ചിന്തിക്കാൻ ന്യായമായ കാരണങ്ങളിൽ ചിലത് ഞാൻ തിരുവചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കും. അതായത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം എടുക്കുമ്പോൾ അന്ത്യകാലത്തിലെ യുദ്ധങ്ങളെ കുറിച്ച് ദൈവം വിശദീകരിക്കുന്നു. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 11-ാം അധ്യായത്തില് 40-ാം വാക്യത്തില് ദാനിയേൽ 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തില് പിന്നെ അന്ത്യകാലത്ത് കണ്ടോ, അന്ത്യകാലത്ത് സംഭവിക്കുന്നതാണ്. അതെ, തെക്കേ ദേശത്തിലെ രാജാവ് എതിർത്തുമുട്ടും, വടക്കേ ദേശ രഥങ്ങളോട് കുതിരച്ചവരോടും കപ്പലോടും കൂടെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞു പോകും. അങ്ങനെ നടക്കുന്ന യുദ്ധത്തെ ഇത് ആരായെന്തോന്ന് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 41-ാം വാക്യം നോക്കി. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും. മനോഹര ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. 10,000 പേർ ഇടവീഴും. അടുത്ത നോക്കി, എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. കണ്ടോ, ആക്രമണം നടക്കാത്തൊരു സ്ഥലമാണ് ഏദോമ്യരും മോവാബരും അമ്മോന്യ ശ്രേഷ്ഠന്മാരും. ഈ ജോർദാൻ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പഠിച്ചാൽ അതിന്റെ വടക്ക് ഭാഗം മോവാബ്യരുടെയും അമ്മോന്യരുടെയും സ്ഥലമാണ്. തെക്ക് ഭാഗം ഏദോമ്യരുടെ സ്ഥലമാണ്. അപ്പൊ ഏദോമും മോവാബും അമ്മോനും ഒഴിഞ്ഞു പോകുന്നു പറഞ്ഞാൽ ജോർദാനെ ആക്രമിക്കത്തില്ല. ഇപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം ജോർദാനിൽപ്പെട്ടതാ ഈ സ്ഥലം. ഇത് പെട്ര എന്ന് പറയുന്ന സ്ഥലം ഈ ജോർദാന്റെ തെക്ക് കിടക്കുന്ന ഏദോമ്യരുടെ സ്ഥലത്തിനകത്ത് വിടുന്നതാണ്. ഓക്കെ, നമുക്കിനി ഒരു നോക്കാം. യെശയ്യാവ് 26:20 നോക്കിയാട്ടെ. യെശയ്യാ പ്രവചനം 26:20 വാക്യം. 26-ാം അധ്യായം 20-ാമത്തെ വാക്യം അല്ലേ? എൻ്റെ ജനമേ,
വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകോളും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. എന്റെ ജനമേ എന്ന് വിളിക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ ഇതിനകത്ത് വന്ന് അറകളിൽ കയറി വാതിലടയ്ക്കാം, അല്പകാലം ക്രോധം കടന്നു പോകണം, അവിടെ കാത്തിരിക്കാൻ പറയും. ഇനിയും ഈ യഹൂദനോട് ഓടി രക്ഷപ്പെടുമ്പോൾ ഇവനോടുകൂടി ഓടി രക്ഷപ്പെടുന്ന മറ്റു പലരും ഉണ്ടായിരിക്കാം. 1-2 വാക്യം വ്രതം നോക്കിയ സങ്കീർത്തനം 60:9. സങ്കീർത്തനം 60:9. 60-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം അല്ലേ? 60:9. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആര് വഴി കാണിക്കും? പീഡന കാലഘട്ടത്തിൽ ആരെന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടെത്തിക്കും? എന്നെ ആര് വഴി നടത്തും? 108-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം. 108-ാം സങ്കീർത്തനം 10-ാം വാക്യം. 108-ന്റെ 10-ാം വാക്യം. സങ്കീർത്തനം 108-ന്റെ 10-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് 108-ന്റെ 10-ാമത്തെ വാക്യം, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആര് വഴി നടത്തും? അതെ, അവിടെയും അതെ പറയാം, ഏതോമിലേക്ക് വഴി നടത്തുവാനായിട്ട് ചോദിക്കുക. ഇനി എടുത്താട്ടെ യശയ്യാപ്രവചനം 16-ാം അധ്യായം. യെശയ്യാവ് 16-ാം അധ്യായം 4-ാം വാക്യം. പീഡന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന വേദഭാഗം നോക്കിക്കാട്ടെ. 16-ന്റെ 4-ാമത്തെ വാക്യം, മോവാബിന്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ, അവരും പാർത്തുകൊള്ളട്ടെ. എവിടാന്ന് നോക്കിക്കാട്ടെ. കവർച്ചക്കാരന്റെ മുമ്പിൽ നീ അവർക്ക് ഒരു മറവായിരിക്കാം, എന്നാൽ പീഡകൻ ഇല്ലാതെയാകും, കവർച്ച അവസാനിക്കും, ചവിട്ടിക്കളയുന്നവർ ദേശത്ത് നിന്ന് മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ പീഡന കാലഘട്ടം കഴിയും. അന്ന് മോവാബിലുള്ള ഭ്രഷ്ടന്മാരെ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ. ഈ വാക്യങ്ങൾ വെച്ച് നമ്മൾ അപഗ്രഥിച്ചാൽ ഇനിയും എസെക്കിയേൽ 38-ന്റെ 11 ഒരു പരാമർശം ചെറുതായിട്ട് അവിടെയുണ്ട്. എസെക്കിയേൽ പ്രവചനം 38-ന്റെ 11-ാമത്തെ വാക്യം. എസെക്കിയേൽ പ്രവചനം 38-ന്റെ 11. 38-ാം അധ്യായം 11-ാം വാക്യം. അവിടെയും ഈ സ്ഥലത്തെക്കുറിച്ചുള്ളൊരു പരാമർശനമാണോ? നീ മതിലില്ലാത്ത ഗ്രാമത്തിലേക്ക് ചെല്ലും, കവർച്ച ചെയ്യേണ്ടതിന് ശൂന്യമായി വീണ്ടും നോക്കുക. അവിടെ കവർച്ച ചെയ്യേണ്ടതിന് കടന്നു ചെല്ലുന്ന ഒരു കാര്യമാണ് യഹൂദനെ കവർച്ച ചെയ്യുന്നത്. അത് 38-ന്റെ 11-ലുണ്ട്. 38-ന്റെ 11 കൊള്ളയടിക്കേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്തേക്ക് പറഞ്ഞാല് റഷ്യയും മറ്റും അവിടെ കടന്നു വരുന്ന സംഭവമാണ്. അപ്പം കവർച്ചക്കാരന് നീ ഒരു മറവായിരിക്കാന്ന് യശയ്യാവ് 11 നമ്മളിപ്പം വായിച്ചു. അതെ അതെ, കവർച്ചക്കാരൻ. അവള് മോവാബിന് നിന്നോട് കൂടെ പാർത്തുകൊള്ളട്ടെ. വായിച്ച വേദഭാഗങ്ങളിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടു ആ സ്ഥലത്തിനൊരു പ്രാധാന്യത ദൈവം കൽപ്പിക്കുന്നു. ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ 11:41 അവരെ ആക്രമിക്കാതെ രക്ഷപ്പെടുന്നതായിട്ട് വായിക്കുന്നു. അപ്പോൾ ഈ സ്ഥലമാണ് ഇതെന്ന് ഞാൻ കരുതും. ഇങ്ങനെ വേറെ ഒരു സ്ഥലം ജോഗ്രഫിക്കലി മധ്യപൂർവ്വദേശത്ത് നമുക്ക് കാണാനില്ല. ഈ സ്ഥലം യഹൂദനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവർക്ക് നടന്നു പോകാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ അടുത്ത് കിടക്കുന്നവർ. എന്നാൽ നമ്മൾ ഇവിടെ വായിക്കുന്ന ശ്രദ്ധിക്കണം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തിലേക്ക് പറന്നു പോകുന്നതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. ഈ കഴുകന്റെ ചിറക് മനുഷ്യനെ എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല, സാധിക്കില്ല. എന്നാൽ കഴുകന്റെ ചിറകിൽ അവരെ വഹിച്ചുകൊണ്ട് പോകുന്നതായിട്ട് പുറപ്പാട് 19:4 വായിക്കുന്നു. 19:4 കഴുകന്മാരുടെ ചെറുകന്മേൽ വഹിച്ചുകൊണ്ട് വന്നതായി അവരെ കുറിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതിനെ കുറിച്ച്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് അവരെ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കഴുകന്റെ ചെറുകിൽ നിങ്ങളെ വഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. ദൈവം അവരെ നടത്തിയതിനെ കുറിച്ച് പരാമർശം. അപ്പോൾ ഇവിടെ 2 ചിറക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ചിലര് ധരിക്കുന്നുണ്ട് അമേരിക്കയുടെ എംബ്ലം കഴുകനാണ്, അവരുടെ എയർഫോഴ്സിന്റെ എംബ്ലം കഴുകനാണ്. യഹൂദനെ അന്തിക്രിസ്തു സെക്കൻഡ് ഹാഫ് ഓഫ് ട്രിബുലേഷനിൽ ചുറ്റുമുള്ള രാജ്യങ്ങളും കൂടി ഇവരെ കൊന്നൊടുക്കുമ്പോൾ അവർക്ക് പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ അവരിൽ ചിലരെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് എയർലിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ആക്കുന്നതിൻ്റെ ഒരു ചിത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും കൊള്ളാം. പുറപ്പാട് 19 കഴുകന്മാരുടെ ചെറുമേൽ വഹിച്ച് ഞാൻ നിന്നെ കൊണ്ടുവന്ന് പറയുമ്പോൾ അവരെ അവിടെ ദൈവം എത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എത്ര കാലം അവരെ അവിടെ സൂക്ഷിക്കും? അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലവും രക്ഷിക്കും. അപ്പോൾ ഈ യഹൂദന്മാർ അവിടെ പോയി എല്ലാവരും അല്ല, കാരണം എല്ലാവരും അല്ല എന്ന് പറയാൻ കാരണം ആ 17-ാം വാക്യത്തിന്റെ അവസാനമുണ്ട്. സാത്താന് ഇവളെ ഉപദ്രവിക്കാൻ സാധിക്കാതെ അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ശേഷിപ്പുള്ളവരോട് ഒരു കൂട്ടം ആളുകൾ അവിടെ കയറി, ശേഷമുള്ളവരോട് കിടപ്പുണ്ട്. ഈ കയറിയവരെ ഉപദ്രവിക്കാൻ നോക്കും. എങ്ങനെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? 15-ാം വാക്യം നോക്കി.
സർപ്പം സ്ത്രീയെ ഒടുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. യെസ്. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ആണോ? ഇവളെ നശിപ്പിക്കാൻ വെള്ളം ഒഴുക്കി കളയുക. അവിടുന്ന് ഈ പറയുന്ന പോലെ വെള്ളമൊന്നും ഒഴുക്കാൻ സാധിക്കുകയില്ല. പക്ഷെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളം ജനസമൂഹത്തിന്റെ ഒരു ചിത്രമാണ് ബൈബിളിൽ. ബൈബിളിൽ അതാ കാണിക്കുന്നത് അല്ലേ? 17-ാം അധ്യായത്തിന്റെ വെളിപാട് 17-15 നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളും വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ജനസമൂഹത്തെ അവരുടെ പുറകെ അയക്കും. സൈന്യമാകാം, ജനങ്ങളാകാം. 1948 ഇസ്രയേൽ സ്വതന്ത്രമായപ്പോൾ അറബി രാജ്യങ്ങളുടെ തലവന്മാർ പറഞ്ഞു, ഉള്ള ആയുധങ്ങൾ കൊണ്ട് അവരെ വളഞ്ഞ് നശിപ്പിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. 15 ലക്ഷം ആളുകളോളം ആയുധങ്ങൾ എടുത്ത് അവരെ വളഞ്ഞു. ഇത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പീഡന കാലഘട്ടത്തിൽ ഇതുപോലെ സംഭവിക്കും. എന്തോ ഒരു ശക്തമായ സന്ദേശമാണ്. അതിന്റെ മലയാളം ഒന്ന് പറയാമോ? അതായത് പോളിക്കാപ്പിനോട് പറഞ്ഞു, നിന്നെ തീ കൊണ്ട് ദഹിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ചുടുവെന്ന് പറഞ്ഞപ്പോൾ പോളിക്കാപ്പ് പറഞ്ഞ മറുപടി, പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകുന്ന ഒരു തീ കൊണ്ട് നിങ്ങൾ എന്നെ ചുട്ടുകളയും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കെടാത്തൊരു തീയുണ്ട്, നരകത്തിന്റെ തീ. നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ന്യായവിധിയുള്ള ബന്ധത്തിൽ. നിങ്ങൾ എന്തിനു താമസിക്കുന്നു? വന്നെന്നെ ചൂടാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു വാസ്തവത്തിൽ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യമാണത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭക്തനായ പോളികാർപ്പിൻ്റെ ധീര സാക്ഷ്യവും ധീരമരണവും നമുക്ക് പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എത്രയോ എണ്ണിക്കൂടാൻ വയ്യാത്ത രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യഥാർത്ഥ ക്രൈസ്തവ സഭ, ക്രിസ്തു ഭക്തന്മാർ ഇന്നും ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആ സഹിഷ്ണുതയുടെ രാജ്യത്തിൽ നമുക്ക് അംഗങ്ങളായി തീരാൻ ആ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരം വരുത്തിയാൽ മാത്രമേ ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുവാനും അവരുടെ പീഡനങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും അവരെ ദ്വേഷിക്കാനോ അവരെ ഉപദ്രവിക്കുവാനോ ഇടയാകാതെ വണ്ണം നമ്മുടെ ജീവൻ തന്നെ ആ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാനും കഴിയുകയുള്ളൂ. ഈ വലിയ പരിവർത്തനത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും സന്ദേശം, സുവിശേഷത്തിൻ്റെ സന്ദേശം നാം ഏറ്റുവാങ്ങി സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ ആ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വാഴുവാനിടയായാൽ എന്തോ ഒരു അത്ഭുതമല്ലേ? അതെ. ഈ കാലഘട്ടത്തിലും വരുവാനുള്ള കാലഘട്ടത്തിലും പഠിക്കേണ്ട, പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അല്ലേ? അതെ, വിശുദ്ധ ബൈബിൾ. അപ്പൊ അതിനുശേഷം നമുക്കിവിടെ 11-ാം അധ്യായത്തിൽ വരാം. അപ്പൊ നമ്മൾ കണ്ടു, ശലോമോൻ പണിത ദേവാലയം നെബൂഖദ്നേസർ നശിപ്പിക്കപ്പെട്ടു. ഹെരോദ രാജാവ് പുതുക്കി പണിതത് തീത്തോസ് നശിപ്പിച്ചു. AD 70 നശിപ്പിച്ചു. പിന്നെ അവർക്ക് ദേവാലയം ഇല്ല. എന്നാൽ ഇനി ഒരു ദേവാലയം പണിയും. പക്ഷെങ്കിൽ ഇന്ന് ഈ ദേവാലയം പണിയുള്ള ബന്ധത്തിൽ വളരെ ദീർഘമായ പഠനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തണം. അതെന്താ വാർത്ത? ഭയപ്പെടുത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ തുറന്നു പറയുമ്പോൾ അത് ക്ഷമിക്കണം. വത്തിക്കനോട് മുൻ പ്രസിഡന്റായിരുന്ന ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഷിമോൻ പെറസ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ക്ലിന്റൺ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു, UN പ്രപ്പോസൽ വെച്ചു. UN റെസൊല്യൂഷൻ 181 1947 പലസ്തീൻ്റെ ശേഷിക്കുന്ന മണ്ണ് കീറാൻ തീരുമാനിച്ചപ്പോൾ ഇസ്രയേലിനൊരു ഭാഗം, പലസ്തീനൊരു ഭാഗം, 3 മതങ്ങൾക്ക് പ്രാധാന്യത അർഹിക്കുന്നുണ്ട് യെരുശലേം ഒരു അന്തർദേശീയ കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാൻ. അതന്ന് നടന്നില്ല. അതിൻ്റെ ശേഷം സമാധാന ഉടമ്പടി വരുന്ന കാലഘട്ടത്തിൽ ക്ലിന്റൺ, എനിക്കൊന്ന് 2000-ലാണ് അദ്ദേഹം വന്ന് പ്രപ്പോസ് ചെയ്തു. ഇത് ഒരു ഭാഗം അറബികൾക്ക്, ഒരു ഭാഗം യഹൂദനും കൊടുക്കാനായിട്ട്. അത് യാസർ അറാഫത്ത് എതിർത്തു. അതിൻ്റെ ശേഷം ഷിമോൻ പെറസ് മുന്നോട്ട് വെച്ചു. വത്തിക്കൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുക. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്. അങ്ങനെ വത്തിക്കൻ്റെ കയ്യിലാണ് പ്രപ്പോസൽ പുട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രപ്പോസൽ പുട്ടപ്പ് ചെയ്തിരിക്കുന്നത് ഈ ടെമ്പിൾ മൗണ്ട് ഏരിയ ഏതാണ്ട് 34 ഏക്കറുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലോകത്തിൻ്റെ ധാരണ, ലോകത്തിലെ 3 വൻ മതങ്ങൾക്കും ഈ യെരുശലേം പ്രാധാന്യതയുള്ളതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. യഹൂദിനെ സംബന്ധിച്ച് അവൻ ആകെ ദേവാലയം പണിയാനുള്ള സ്ഥലമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്ന പ്രവാചകൻ അവസാനമായി ബുർഗ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോയത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് അവർ ഈ ഡോം ഓഫ് ദി റോക്ക് ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ 3 കൂട്ടർക്കും ഒരേപോലെ പ്രാധാന്യതയുള്ള സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ ഈ 34 ഏക്കറിൽ 3 മതങ്ങൾക്കും ആരാധിപ്പാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരി. മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദി റോക്കും അലാക്സ മോസ്കും തൊടണ്ട. ഡോക്ടർ ആഷർ കൗപ്പാൻ എന്ന് പറയുന്ന, അതായത് 1967 6 ദിവസത്തെ യുദ്ധത്തിൽ പാരട്രൂപ്പിൽ അവിടെ ഇറങ്ങിയ ഒരു പഠനമാണ് ആഷർ കൗപ്പാൻ. അത് ശരി.
അദ്ദേഹം അന്ന് അവിടെയുള്ള ഫോട്ടോകൾ എടുത്തിരുന്നു. അദ്ദേഹം ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. ദേവാലയം പണിയപ്പെടാനുള്ള ഇതിൻ്റെ വേണ്ടി എഴുത്തുകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. വലിയ ഗവേഷകനാണ്. ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. ശരി. അദ്ദേഹം ഒരു വർഷം അവധി എടുത്തിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഈ അലാക്സ മോസ്കോ ഡോം ഓഫ് ദി റോക്കോ തൊടേണ്ട ആവശ്യമില്ല, ഏതാണ്ട് 150 അടി അപ്പുറത്തോട്ട് നിൽക്കും ഇത് പണിതാൽ. അപ്പോൾ ഇത് തൊടാതെ യഹൂദന് ദേവാലയം അവിടെ തന്നെ പണിയാമെന്ന് അദ്ദേഹം പറയുന്നു. ലൊക്കേഷനുള്ള ബന്ധത്തിൽ ഇന്നും തർക്കമുണ്ട്, എവിടെ ലൊക്കേഷൻ, ഇതിന്റെ കൃത്യത. അപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസൽ, ഇന്ന് മുസ്ലിങ്ങളുടെ ഈ ഡോം ഓഫ് ദി റോക്കോ അലാക്സ മോസ്കോ തൊടാതെ അപ്പുറത്ത് യഹൂദന് ദേവാലയം പണിയുക. പക്ഷേ അവിടെ പണിയുമ്പോൾ അതിൻ്റെ പുറത്തെ പ്രാകാരം കാണത്തില്ല. കാരണം പുറത്തെ പ്രാകാരത്തിലാണ് ഇത് നിൽക്കുന്നത്. എന്നാൽ ആരാധന നടത്താനായിട്ട് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും മതി. പുറത്തെ പ്രാകാരം വേണമെന്നില്ല. പുറത്തെ പ്രാകാരത്തിലാണ് ജാതികൾ വന്നുകൊണ്ടിരുന്നത്, അത് വേണ്ട. ഇവിടെ വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാതെ. ഇനി അതിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഓർത്തഡോക്സ് കത്തോലിക്ക വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആരാധിക്കാൻ ഒരു പള്ളി അവിടെ പണിയുക. രണ്ടാമത് അവർ വെച്ച പ്രപ്പോസല്, ഇത് ഒരു പ്രശ്നവുമില്ല, കാരണം മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ആരാധിക്കുന്നു, യഹൂദൻ ശനിയാഴ്ച ആരാധിക്കുന്നു, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധിക്കുന്നു. അപ്പോൾ ദിവസത്തെ സംബന്ധിച്ചും പ്രശ്നമില്ല. അപ്പോൾ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ 3 കൂട്ടർക്കും 3 പേർക്കും പ്രാധാന്യത ഉള്ളതുകൊണ്ട് ഇത് 3ആയിട്ട് തിരിക്കണം എന്ന് വത്തിക്കന്റെ മുന്നിൽ കാര്യം വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ ലോകത്തിൽ വരുന്ന ഒരു ആലോചനയാണ്. ഇത് ഗൗരവമേറിയ ആലോചനയാണ്. ഈ വാക്യം ഇനി ഒന്ന് നോക്കിക്കാട്ടെ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന്. ഇനി പണിയുന്ന ദേവാലയത്തിന്റെ അളക്കാനായിട്ട് പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു വാർത്തയുണ്ട് അവിടെ. അതേതാ സാറേ? നോക്കാം, നമുക്ക് 1-ാം വാക്യം തൊട്ട് വായിക്കാം. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ച, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക. ദൈവം അളക്കുക എന്ന് പറയുമ്പോൾ ആത്മിക നിലവാരത്തെ അളക്കുക. കാരണം ഇവിടെ ആരാധനയൊക്കെ നടത്തുന്നു, വീണ്ടും യാഗങ്ങളൊക്കെ ആരംഭിക്കുന്നു. പക്ഷെ ഇതിനൊരു വില ദൈവം കൽപ്പിക്കുന്നില്ല. കാരണം ഇതെന്തിനെ കാണിച്ചിരുന്നോ അത് ദൈവത്തിന്റെ പുത്രന്റെ മരണത്തെയാണ് കാണിച്ചത്. ദേവാലയം അവനെയാണ് കാണിച്ചത്. അവനാണ് മന്ദിരം, യേശുക്രിസ്തു. അവൻ നമുക്ക് മന്ദിരം, അവനെയാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. ദൈവത്തിന്റെ ആലയമാണ്. ആ യാഗപീഠങ്ങൾ മുഴുവൻ അവന്റെ ക്രൂശ് മരണത്തെ കാണിച്ചിരുന്നു. പഴയ നിയമത്തിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അങ്ങനെ മശിയെ കാണുന്നു. അവൻ വന്നത് നിവർത്തിച്ചിട്ടും അവർ നിഴൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അളക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അളന്ന് ന്യായവിധിക്ക് ദൈവം കൊടുക്കാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ നോക്കണം, ആലയത്തിന്റെ പുറത്തെ പ്രാകാരം അളക്കാതെ വിടുക, ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അതായത് പുതുതായിട്ട് പണിയുന്ന ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന അനുസരിച്ച്, ഡോക്ടർ ആഷർ കൗമാൻ പറയുന്ന അനുസരിച്ച്, മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദി റോക്കും അലാസ്ക മോസ്കും ഒന്നും തൊടാതെ അപ്പുറത്ത് പണിയാം യഹൂദന് ദേവാലയം. പക്ഷേ പുറത്തെ പ്രാകാരം പണിയാൻ സ്ഥലമില്ല. അത് പണിതില്ലേലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ അത് പണിതില്ലാലും ആരാധന നടത്തുന്നതിന് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇവിടെ ഇത് പുറത്തെ പ്രാകാരത്തിൽ വരുന്നത് ആരാ? പുറജാതികളാ വരുന്നത്. പ്രാകാരത്തിൽ യഹൂദൻ വരും, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ കയറും, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കയറും. അവരുടെ ആരാധന നടത്താൻ അത്രയും മതി അവർക്ക്. ഇവിടെ നോക്കുക, പുറത്തെ പ്രാകാരം ഇട്ടേക്ക. പുറത്തെ വെളിപ്പാട് ദിവസം 11-ന്റെ 2-ാം വാക്യം അല്ലേ, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ചരിത്രം മനുഷ്യൻ്റെതല്ല, രാജാക്കന്മാരുടേതല്ല, ചക്രവർത്തിമാരുടേതല്ല, കേവലം അത് ദൈവത്തിൻ്റെതാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം എന്ന് നാം മനസ്സിലാക്കണം. ബൈബിളിലെ സഖരിയ പുസ്തകത്തിലും ബൈബിളിലെ പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിലും ഇസ്രയേൽ രാഷ്ട്രത്തെക്കുറിച്ചും ഇസ്രയേൽ ജനതയെക്കുറിച്ചും തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ പ്രവചനങ്ങൾ വ്യക്തമായും സത്യമായിട്ടും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. യെരുശലേമിൻ്റെ പേരിൽ ഇനി ഭാവിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് ബൈബിൾ പ്രവചിച്ചിട്ടുണ്ട്. അതറിയാതെ പോകരുത്. ഇസ്രയേൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കൊരു തലവേദനയായി നിലനിൽക്കുകയാണ്. അവരും ദൈവത്തെ അനുസരിക്കാതെ പോകുന്നുണ്ട്. ദൈവം അവർക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രയേലിനെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഇസ്രയേൽ രാഷ്ട്രത്തെക്കുറിച്ചുമുള്ള ഈ പ്രഭാഷണ പരമ്പരകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഞ്ഞടിക്കുമ്പോൾ ചിന്തിക്കണം, ലോകത്തെ, ലോക ചരിത്രത്തെ, ലോക ജനതയെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എനിക്ക് അഭയം നൽകുവാൻ സർവാത്മനാ യോഗ്യൻ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുകയില്ല.
ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. യൂട്യൂബിൽ ഞങ്ങളുടെ പ്രോഗ്രാം കാണുവാൻ വിലാസം ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ ബി തോമസ് ചാനൽ. വിസിറ്റ് അവർ വെബ്സൈറ്റ് www.peaceministry.org.